ശ്രീ ഷാഫി ചാലിയം, ഭാരതാംബ, ഭഗവത്ധ്വജമേന്തിയ ഭാരതാംബ, അതിനു പിന്നിൽ സാർക്ക് രാജ്യങ്ങളുടെ ഭൂപടം എന്നാണ് ഇപ്പോൾ ശ്രീ ഷാജി രാഘവൻ പറഞ്ഞത്. അതൊക്കെ വെക്കാവുന്ന ഒരിടമായി രാജ്ഭവനെ മാറ്റുകയാണ്. അപ്പോൾ RSSന്റെ സങ്കല്പം ഈ രാജ്ഭവനിൽ, എല്ലാ രാജ്ഭവനുകളിലും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ ഓഫീസുകളിലും അതുണ്ടാകും എന്നുള്ള വെല്ലുവിളിയാണ് ആ പ്രതികരണത്തിലുള്ളത്. അപ്പോൾ അത് കേരളത്തിലേക്കും എത്തുകയാണ്. സ്മൃതി ചോദിച്ചല്ലോ, ആ രാജ്യത്തിൻ്റെ പേരെന്താണ് ആ പടത്തിൽ കാണുന്നത്? ആ രാജ്യത്തിൻ്റെ പേര് BJP പ്രതിനിധി ഇതുവരെ മുണ്ടിയിട്ടില്ല. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു വശമില്ല. കാശ്മീരില്ല ഇതിൽ. കാശ്മീരില്ലാത്ത ഭൂപടം ഡയറിയിൽ അടിച്ചു വന്നത്, കലണ്ടറിൽ അടിച്ചു വന്നൊക്കെ കേസ്, ഈ രാജ്യദ്രോഹത്തിന് കേസെടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയില്ല. ഇവിടുത്തെ ഈ പ്രോഗ്രാം തന്നെ സത്യത്തിൽ എന്താണ് ഈ പ്രോഗ്രാം? ആരുടേതാണ് ഈ പ്രോഗ്രാം? ഗവർണർ മുൻകൈയെടുത്തുണ്ടാക്കിയ പ്രോഗ്രാമാണോ? അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രാമാണോ? ഇതെങ്ങനെയാണ് രാജ്ഭവനിൽ കൊണ്ടുപോയി വെക്കുന്നത്? ഒരുപാട് അവ്യക്തത ഉണ്ട് ഈ വിഷയത്തിൽ. RSSൻ്റെ സൈദ്ധാന്തികൻ കൂടിയായ ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയെ ഉദ്ഘാടകനായോ അല്ലോ മറ്റോ വെച്ചുകൊണ്ട് ഒരു കാർഷിക പരിപാടി നടത്താൻ സംസ്ഥാന സർക്കാരിനെ പ്രചോദിതമാക്കിയ ഘടകം എന്താണ്? കേവലം അവിടെ പോയപ്പോൾ ഇങ്ങനെ ഭാരതാംബൻ്റെ ഇത് പണ്ടം കണ്ടപ്പോൾ തിരിച്ചു പോകുന്നത് വളരെ നല്ല നിലപാടാണെന്നല്ല ചർച്ച ചെയ്ത്. ഈ ഗവർണറെ കൊണ്ട് ഈ ഒരു പരിപാടി, ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടാൽ അവർക്കെതിരെ സ്റ്റേറ്റ് പോലീസ് കേസെടുക്കണം. ആനന്ദ ബോസിന് നേരെ പശ്ചിമ ബംഗാൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് അതിന് തയ്യാറാകുമോ? സ്മൃതിക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ പോലീസ് എന്തേ ചെയ്യുന്നുള്ളത്? പോലീസിനെ ഭരിക്കുന്നത് RSS ആണ്. വളരെ കൃത്യമാണല്ലേ. ഇനിയിപ്പം RSS നേതാവ് ഹൊസബുള്ളയുമായി ദുരൂഹമായ ചർച്ച നടത്തിയ വ്യക്തിയെ ഇവർ DGP ആക്കാൻ പോവുകയാണ്. ഇവർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. സംഘപരിവാറിൽ നിന്ന് നാം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അവർ അഹങ്കാരത്തിൻ്റെ ഭാഷ ഉപയോഗിക്കും, അവർ വെല്ലുവിളിക്കും. കാരണം അവരെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ, രാജ്യദ്രോഹ നടപടികളിലേക്ക് തിരിഞ്ഞാൽ അവർക്കെതിരെ ഒരു കേസും കേരളത്തിൽ ഉണ്ടാവില്ല. അതവർക്ക് ഉറപ്പുണ്ട്. കാരണം ഈ സർക്കാരിന് കീഴിൽ അത്രമാത്രം സംഘപരിവാറും അവരാശയങ്ങളും തടിച്ച് കൊഴുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറുന്നു. കേരളമല്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെയും നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ നടക്കില്ല എന്നിടത്തല്ലേ ആ പ്രതിഷേധം കണ്ടത്. ശ്രീ ഷാഫി ചാലിയം, ഗവർണർ RSSകാരനാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, അവരവരുടെ നയം നടപ്പാക്കുന്നു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ അധിപൻ എന്നുള്ളത് ഗവർണറാണ്. അത് അങ്ങനെയാണല്ലോ അതിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഗവർണറുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തി മാത്രമേ സർക്കാരിന് ഇടപെടാൻ പറ്റൂ എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രായമാണ്? അങ്ങനെ സാധിക്കില്ലല്ലോ. ഏത് സർക്കാരുകൾക്കും ഗവർണറുമായി സഹകരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. പോകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ചാർട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ പരിപാടിയുടെ രൂപരേഖ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റമുണ്ട് എന്ന് രണ്ടാമത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ചിത്രം കണ്ട ശേഷമാണ് പോകണ്ട എന്ന് നിശ്ചയിക്കുന്നത്. അതൊരു ധൈര്യത്തോടു കൂടിയുള്ള സമീപനമായി കാണുന്നില്ല എന്നാണോ? അതിനുശേഷം നടത്തിയ മന്ത്രി പി പ്രസാദ് നടത്തിയ പ്രതികരണം കൂടിയുണ്ടല്ലോ. അല്ല, പ്രസാദ് തിരിച്ചു പോകുന്നത് നന്നായി എന്നിടത്ത് ഒരു കമൻറ്റിൽ തീരേണ്ടതാണോ ഇത്? എൻ്റെ ചോദ്യം അതാണ്. ഇത് കടുത്ത രാജ്യദ്രോഹ നടപടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടത്തെ, പല ഭൂമിയും വെട്ടിമാറ്റിയിട്ടും പല രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടും ഒരു വൈകൃതം നിറഞ്ഞ വേറൊരു പടം ഉണ്ടാക്കി അതിനെ ഭാരതാംബ എന്ന് പേരൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലല്ലോ. ഇവിടെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ, കാശ്മീർ ഇല്ലാത്ത ഭൂപടം വന്നല്ലോ, കേസെടുത്തിട്ടുണ്ടല്ലോ കേരള പോലീസ്. ഇവിടെ പോലീസിന് കൃത്യമായി ഇടപെടണം. ഇതിനല്ലേ പോലീസ് ഉള്ളത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശക്തമായ രീതി, വെറുതെ പ്രസാദ് തിരിച്ചു പോകുന്നത് നന്നായി എന്നിടത്ത് ഒതുക്കേണ്ട ഒരു കമൻ്റല്ല. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശക്തമായി പ്രതികരിക്കണം.
അതിപ്പോൾ സർക്കാരിന് മാത്രം ബാധ്യതയാണോ? സർക്കാരിന്റെ മാത്രം ബാധ്യതയാണോ? ഇതിൽ പ്രതിഷേധിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം ഒഴിച്ച് എന്ത് പ്രതിഷേധം കണ്ടു? അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പ്രോഗ്രാം ആരുടേതാണ്? ഞാൻ അതിൻ്റെ ഒരു അവ്യക്തത തീർക്കാനാണ് ഒരു മാധ്യമപ്രവർത്തകൻ നിൽക്ക് രാവിലെ തൊട്ട് ഇപ്പോൾ ഈ രാത്രി വരെ ഒരു ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആളാണ് ആര് സ്മൃതി. ഞാനാണ് വേറൊരുപാട് ആക്ടിവിറ്റി കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ആരുടേതാണ്? ഇത് ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയാണോ? അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണോ? അതിനൊരു അവ്യക്തത ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിച്ചു. സ്മൃതി അതിന് മറുപടി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടി ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് രാജ്ഭവൻ അതിൽ പരിസ്ഥിതി ദിനമായതുകൊണ്ട് സ്വാഭാവികമായും കൃഷി മന്ത്രിയെ ക്ഷണിക്കുന്നു. മന്ത്രി ശിവൻകുട്ടിക്കും ക്ഷണമുണ്ടായതാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ആദ്യം ദേശീയ ഗാനം, അത് കഴിഞ്ഞ് ആ പരിപാടിയുടെ കൃത്യമായ കാര്യങ്ങൾ അയക്കുന്നുണ്ട്. ദേശീയ ഗാനം, അത് കഴിഞ്ഞ് പ്രാർത്ഥന, പിന്നെ ഉദ്ഘാടനം. ഇങ്ങനെയായിരുന്നു ആ പരിപാടി. അങ്ങനെയാണ്, ആ ഓർഡറിലാണ് അത് ആദ്യം അയച്ചത്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോഴേക്കും പുതിയ രീതിയിലേക്ക് അത് മാറ്റുകയാണ്. അതിൽ ദേശീയ ഗാനം, ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന, വിളക്ക് തെളിക്കൽ എന്ന രീതിയിലേക്ക് മാറ്റി അയക്കുന്നു. അപ്പോൾ മന്ത്രി പി പ്രസാദിന് സംശയം തോന്നുന്നു. അതെന്താണ് ഈ മാറ്റമെന്ന് ചോദിക്കുന്നു. ഒരു വലിയ ചർച്ച അതിൽ നടന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയും രാജ്ഭവനുമായി ഒരു ചർച്ച അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രത്തെ പൂജിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആ ചിത്രം അയക്കൂ എന്നായി. ആ ചിത്രം അയച്ചപ്പോൾ അതിലാണ് ഭഗവദ്വേഷം കാണിക്കുന്നത്. അപ്പോഴാണ് ദേശീയ പതാക ഇടൂ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് ആ പരിപാടിക്ക് പോകേണ്ടതില്ല, ആ പരിപാടി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താമെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അതിലൊരു ധൈര്യമില്ല, അതിലൊരു പ്രതിഷേധമില്ല എന്നാണോ? അങ്ങനെയല്ല. ഈ പലപ്പോഴും സംഘപരിവാർ കൊണ്ടുവരുന്ന അജണ്ടകളുണ്ടല്ലോ, ഓരോന്നോരോന്ന് നോക്കുക. ഈ ചർച്ചകളൊക്കെ സംഘപരിവാറിന് ഗുണമുള്ള തലത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം സ്മൃതി തന്ന ഈ മറുപടിയിലൂടെ എനിക്ക് മനസ്സിലാണുള്ളത്, ഒരു RSSകാരനായ ഒരു ഗവർണർ അവർ ഒരു പരിപാടി അവരെ രാജ്ഭവനിൽ വെച്ച് അവർക്ക് തോന്നിയൊരു പരിപാടി നടത്തി. അത്ര ഇതിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. മറിച്ച് ഈ പടവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തേക്ക് വരികയും ഗവർണർ അതിനെ ന്യായീകരിക്കുകയും ചെയ്തതോടുകൂടി ഇവിടുത്തെ പോലീസിന് ചെയ്യാനുള്ള ഒരു വിഷയമുണ്ട്. രാജ്യത്തിൻ്റെ ഭൂപടം വളരെ മോശമായ രീതിയിൽ വേറെ വരയ്ക്കരുത്, രാജ്യദ്രോഹമായ ഒരു കുറ്റമാണ്. അതിന് ഇവിടുത്തെ പോലീസ് കേസെടുക്കണ്ടോ നോക്കണ്ട നമ്മൾ. മറ്റേതിപ്പോൾ ഇവന്മാർ ഈ സംഘപരിവാറിൻ്റെ ആളുകൾ ഗവർണർമാരായി വന്നാൽ നാളെ രാജ്ഭവനിൽ ഇവരുടെ RSSൻ്റെ എന്തുണ്ടാവും, അവരെ കവാത്തൊക്കെ ചിലപ്പോൾ നടന്നു വരും. നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അതിനൊരു കേന്ദ്രവും ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഈ ഗവർണർ ഭവൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഇൻ്റലക്ച്വൽ ചർച്ച നടക്കണം. കുറേ സംഘികളെ വിളിച്ച് കൂട്ടിയിരിക്കും. സംസ്ഥാന സർക്കാർ പുറത്തേക്കുന്ന അണ്ടിപ്പരിപ്പും ചായയും കൊടുത്ത് അവരിങ്ങനെ കയറി ഇറങ്ങി പോകുന്നില്ലാതെ വേറെ എന്താ ഉണ്ടാകുക? ഇതിനൊറ്റ കാര്യം, കേസെടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ ആർജവം കാണിക്കുന്നുണ്ടോ എന്നല്ല. തെരുവിൽ ഈ വിഷയം വെച്ച് ഇറങ്ങുന്നത് സംഘപരിവാറിനാണ് ഗുണം ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് സംഘപരിവാറുമായി ഒരു പോർമുഖം ഓരോരോ വിഷയത്തിൽ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ കത്തിക്കാനും അവിവേകികളായ ആളുകളെ പ്രകോപനപരമായി രംഗത്തേക്ക് ഇറക്കാനും ശക്തമായ മത ധ്രുവീകരണം ഉണ്ടാക്കാനും ദേശീയ വികാരം ഉണ്ടാക്കാനൊക്കെ അവരത് ഉപയോഗിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നിയമോപദേശം തേടണം. എന്നിട്ട് ഇതിന് ശക്തമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭൂപടത്തെ വികൃതമാക്കിയാൽ അത് ഏത് കുറ്റത്തിൽപ്പെടും? അത് ഗവർണറല്ല, ആര് ചെയ്താലും ആ രീതിയിലേക്ക് പോകണം. ഗവർണർക്കെതിരെ സ്റ്റേറ്റ് പോലീസിന് കേസെടുക്കാവോ ഇല്ലതിന് കീഴ്വഴക്കം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ കൃത്യമായി ആനന്ദ ബോസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് മാത്രമല്ലല്ലോ, ഇപ്പം സജീഷിനെ പറയണ്ടായി ഭാരത മാതാവ് എന്ന ഈ പ്രയോഗം തന്നെ ഉണ്ടായത് ആരാ? ഒരു മുസ്ലിം സ്ത്രീനെയാണ് ഭാരത മാതാവ് എന്ന് വിളിച്ചത്. അത് മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് ആളുകൾ ചേരുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് ഈ സംഭാവന തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു മകനാണ്, ആ മകനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞു. അങ്ങനെ ആ മകനെ സേനക്ക് കൊടുത്തു. INA നടത്തിയ ബ്രിട്ടീഷുകാരായിട്ട് നടത്തിയുള്ള യുദ്ധത്തിൽ ആ മകൻ മരിച്ചു. ആ മരിച്ച സമയത്ത് ആ മകൻ്റെ ബോഡി കാണാൻ അമ്മ വന്നു. ആ അമ്മ വന്നപ്പോൾ ആ അമ്മയാണ് എന്ത് വിളിച്ചത്? എൻ്റെ മകൻ ഈ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇതാണ് ഭാരതത്തിൻ്റെ മാതാവ് എന്ന് ആ മുസ്ലിം സ്ത്രീയെ വിളിച്ചതാണ്. അതാണ് ആ കോൺസെപ്റ്റ് തന്നെ. അതാണ് ഈ സംഖ്യകൾ അടിച്ചു കൊണ്ടുപോയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തിനേറെ നമ്മളിപ്പോൾ ഈ ഭൂപടം കണ്ടു എന്ന് പറയും. ഇവിടെ
മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയായിരുന്നു. പിന്നീട് കോടതി വിട്ടതാണ് സവർക്കർ. ആ സവർക്കർ മഹാത്മാഗാന്ധിൻ്റെ ഫോട്ടോ പാർലമെന്റ് തൂങ്ങണേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആരതാ സവർക്കർ ഫോട്ടോ വരെ വന്നു. അത് അതിനേക്കാളും വലുതായിട്ട് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഗാന്ധിജിയെയും പക്ഷേ കേരളത്തിലെ പ്രതിരോധത്തിന്റെ സ്വഭാവം എന്ത്, അഥവാ പ്രതിരോധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.